തീർച്ചയായും അബ്ദുൾ റഷീദ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ഈ തലവനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സംഭവം എടുക്കുമ്പോൾ ഈ കസൂരിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കടക്കുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഭീകരർ മുന്നിലെത്തിയിട്ട് പോലും അവരിലേക്ക് എത്താൻ സാധിക്കാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മുംബൈ ഭീകരാക്രമണവും അതോടൊപ്പം നേരത്തെ 2019 ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നിരവധി പ്രതികളെയും അതോടൊപ്പം ഭീകരരെയും കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ കൃത്യമായിട്ട് ശിക്ഷാ നടപടികൾ നൽകുന്നതിനും ഇന്ത്യക്ക് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായതാണ്. പ്രത്യേകിച്ചും ഈ സൈഫുള്ള ഖാലിദ് എന്നറിയപ്പെടുന്ന കസൂരി ഈ ലഷ്കർ-ഇ തയ്യബയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലഷ്കർ-ഇ തയ്യബയുടെ തന്നെ ഡെപ്യൂട്ടി ചീഫായിട്ട് ഉള്ള ഒരു ഭീകരനെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ടായിരുന്നു. അതും തുടർ നടപടികളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 7ഓളം വരുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഭീകരരാണ് ഇത്തരത്തിൽ തുറസായ സ്ഥലത്ത് വന്നിട്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് ഇത്തരത്തിൽ വെടിയുതിർത്തത്. എന്നിട്ട് 24 മണിക്കൂർ ആയിട്ടും ഇത്തരത്തിൽ ഭീകരരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24 മണിക്കൂർ പൂർണ്ണമായിട്ടും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഭീകരാക്രമണം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭീകരരെ പിടികൂടാനായിട്ടില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട രേഖാചിത്രങ്ങളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരും അതോടൊപ്പം സുരക്ഷാ സേനയും പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായും 4 പേരുടെ രേഖാചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ 2 പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വദേശികളല്ലാത്ത ആളുകളും അതോടൊപ്പം ഈ 2 പാകിസ്ഥാൻ സ്വദേശികളുമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ തന്നെയും ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ്. നിരവധി സൈന്യത്തിന്റെയും സുരക്ഷാ സേനയുടെയും ആഭിമുഖ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിൽ വിവിധ പദ്ധതികളും അതോടൊപ്പം ബോർഡറുകൾ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടും വിസ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അബ്ദുൾ റഷീദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇവർ പദ്ധതിയിട്ടിരുന്നത് വലിയ രീതിയിൽ ആക്രമണം നടത്തുക, 2000-ലധികം പേരെ വധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയായിരുന്നു ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, മണിക്കൂറുകൾക്ക് മുൻപ് ഈ വനത്തിൽ ടെന്റ് അടിച്ച് അവിടെ താമസിക്കുകയും ഒപ്പം തന്നെ ഇവരുടെ ശരീരത്തിലൊക്കെ തന്നെ ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അവർ സർവ്വസജ്ജരായിട്ടായിരുന്നു ഈ ഭീകരരൊക്കെ ഉണ്ടായിരുന്നത്. ഇത്രയും മണിക്കൂറുകൾ അവരെ ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ട് പോലും അവരെ തടയാനോ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് ഗുരുതര വീഴ്ച തന്നെയാണ്. ഇതുവരെ ആ ഒരു കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയട്ടെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ പരമാവധി പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. തീവ്രവാദികളൊക്കെ തന്നെയും ശരീരത്തിൽ ഒളിക്യാമറകൾ ധരിച്ചായിരുന്നു കൃത്യം നടത്താൻ വേണ്ടി എത്തിയത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ NIA-യുടെ അന്വേഷണത്തിൽ ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെയും ഈ വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അതോടൊപ്പം ഈ നിരവധി മേഖലകളിൽ ഇത്തരത്തിലുള്ള 42ഓളം വരുന്ന ഈ ഭീകര സാന്നിധ്യമുള്ള മേഖലകളും പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മേഖലയിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനും അതോടൊപ്പം സൈന്യത്തിനും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇടയിലേക്ക് ഇത്തരത്തിൽ സാധാരണ വേഷവും അതോടൊപ്പം സൈനിക വേഷവും എത്തിയിട്ടുള്ള ആളുകളാണ് വെടിവെച്ചത്. തീർച്ചയായും ഇതിന് വലിയ